ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോ ടോക്ക് ഷോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78 വർഷം നീണ്ട ജീവിതത്തിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 100 ലൈക്കാണ്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ. മഹാത്മാഗാന്ധി ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ജനിച്ചത്. അച്ഛൻ കരംചന്ദ് ഗാന്ധി, അമ്മ പുത്ലിബായി. അവരുടെ 4ാമത്തെ മകനായിരുന്നു ഗാന്ധിജി. പോർബന്തറിലും രാജ്കോട്ടിലുമായിരുന്നു ഗാന്ധിജിയുടെ സ്കൂൾ വിദ്യാഭ്യാസം. അദ്ദേഹം കായിക വിനോദങ്ങളിലൊന്നും താൽപ്പര്യമുള്ള കുട്ടിയായിരുന്നില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വലിയ ആത്മവിശ്വാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അമ്മയും അച്ഛനും നൽകിയിരുന്ന ധാർമ്മിക ബോധം കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം രൂപപ്പെടുത്തിയ ഘടകമായിരുന്നു. 13ാമത്തെ വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തു തന്നെ അദ്ദേഹം വിവാഹിതനായി. ഏതാണ്ട് സമപ്രായക്കാരിയായ കസ്തൂർബയായിരുന്നു വധു. മെട്രിക്കുലേഷൻ പൂർത്തിയാക്കിയ ഗാന്ധിജി 22ാം വയസ്സിൽ ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി. ഇതിനിടയിൽ ഭഗവത്ഗീത, ബൈബിൾ തുടങ്ങിയ മതഗ്രന്ഥങ്ങൾ ആഴത്തിൽ പഠിച്ചു. എല്ലാ മതങ്ങളിലെയും ആശയങ്ങളുടെ സമാനത അദ്ദേഹം മനസ്സിലാക്കി. ഗാന്ധിജിക്ക് 1893 പോർബന്തറിലെ ഒരു കച്ചവടക്കാരൻ്റെ കേസ് സംബന്ധമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടി. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ ഭാരതീയർക്കെതിരെ ബ്രിട്ടീഷുകാർ കാട്ടിയ കടുത്ത അവഗണനയ്ക്കെതിരെ പൊരുതാൻ ഗാന്ധിജി നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചു. അതോടുകൂടി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധനാകാൻ തുടങ്ങി. 1908 ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ നടപ്പാക്കിയ ഇന്ത്യക്കാരെ ബാധിക്കുന്ന രജിസ്ട്രേഷൻ ആക്ടിനെതിരെ ഗാന്ധിജി ആദ്യത്തെ സത്യാഗ്രഹ സമരം നടത്തി. 1910 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ടോൾസ്റ്റോയി ഫാം സ്ഥാപിച്ചു. അദ്ദേഹത്തിന് ടോൾസ്റ്റോയിയുമായി കത്തിടപാടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ സ്വരാജ് എന്ന പുസ്തകത്തെ ടോൾസ്റ്റോയി വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട്. 1914 ഗാന്ധിജി ഭാരതത്തിൻ്റെ ആത്മാവ് അറിയാനായി ഇന്ത്യയൊട്ടാകെ സന്ദർശിച്ചു. 1915 ഹൈദരാബാദിൽ സബർമതി തീരത്ത് സത്യാഗ്രഹാശ്രമം സ്ഥാപിച്ചു. ആദർശസുന്ദരമായ സാമൂഹിക ജീവിതമായിരുന്നു ആശ്രമത്തിൻ്റെ ലക്ഷ്യം. കൃഷിക്കാരുടെ ദുരിതത്തിന് പരിഹാരം കാണാനായി 1917 ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് ആദ്യമായി ഭാരതത്തിൽ സമര നേതൃത്വം ഏറ്റെടുത്തു. അപ്പോഴാണ് പൊതുകാര്യത്തിനായി ആദ്യമായി 3 ദിവസം ഉപവസിച്ചത്. തുടർന്ന് ഗുജറാത്തിലെ വേഡയിൽ നികുതി ബഹിഷ്കരിച്ചുകൊണ്ടും 1919 റൗലറ്റ് ആക്ടിനെതിരെ എതിർത്തുകൊണ്ടുമുള്ള സമരങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. താമസിയാതെ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനിഷേധ്യ നേതാവായി അംഗീകരിക്കപ്പെട്ടു. യങ് ഇന്ത്യ, നവജീവൻ എന്നീ പത്രങ്ങൾ ഗാന്ധിജി തുടങ്ങി. അതിലൂടെ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സമ്പൂർണ്ണ നിസ്സഹകരണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഗാന്ധിജിയുടെ സ്വരാജ് എന്ന മുദ്രാവാക്യത്തിന് ഭാരതമൊട്ടാകെ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. വിദ്യാർത്ഥികൾ സ്കൂളും, ഉദ്യോഗസ്ഥർ ജോലിയും, അഭിഭാഷകർ കോടതികളും ഉപേക്ഷിച്ച് സമരത്തിനിറങ്ങി. ജനം ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഖാദി ധരിക്കാൻ തുടങ്ങി. 52ാമത്തെ വയസ്സിലാണ് പാവപ്പെട്ട കർഷകന്റെ വേഷം മാത്രമേ താൻ ധരിക്കൂ എന്ന തീരുമാനം ഗാന്ധിജി എടുത്തത്. അന്നു മുതൽ അദ്ദേഹം അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ
ഉപ്പ് സത്യാഗ്രഹം നടത്തി. അതിനെ തുടർന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. പക്ഷേ ചർച്ചകൾ വിജയിച്ചില്ല. 1932 അദ്ദേഹത്തെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്യുകയും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇതിനിടെ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാനായി ദളിതർക്കായി പ്രത്യേക നിയോജക മണ്ഡലം ബ്രിട്ടീഷ് സർക്കാർ പ്രഖ്യാപിച്ചു. അതിനെതിരെ ഗാന്ധിജി യർവാദ ജയിലിൽ മരണം വരെ നിരാഹാര സമരം പ്രഖ്യാപിച്ചു. ഒടുവിൽ ബ്രിട്ടീഷ് സർക്കാരിന് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ജയിൽ മോചിതനായ ഗാന്ധിജി കോൺഗ്രസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി ഹരിജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തനം തുടങ്ങി. 1933 ഹരിജൻ എന്ന മാസിക പ്രസിദ്ധീകരിക്കുകയും 1934 ഹരിജനോദ്ധാരണത്തിനായി ഭാരതമാകെ യാത്ര ചെയ്ത് ഖാദി, കുടിൽ വ്യവസായം, അടിസ്ഥാന വിദ്യാഭ്യാസം, രാഷ്ട്രഭാഷ, മദ്യവർജനം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ പ്രചാരണം നടത്തുകയും ചെയ്തു. 1935 ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായി നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ പല പ്രവിശ്യകളിലും ഭൂരിപക്ഷം നേടി മന്ത്രിസഭ രൂപീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങി. 1939 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനകീയ മന്ത്രിസഭയുടെ അനുമതി ചോദിക്കാതെ ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയെയും യുദ്ധത്തിൽ പങ്കാളിയാക്കി. അതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവിശ്യാഭരണം ഉപേക്ഷിച്ചു. യുദ്ധസേവനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഹ്വാനം ചെയ്ത ഗാന്ധിജി യുദ്ധത്തിനെതിരായി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചു. 1942 ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം ഗാന്ധിജി അവതരിപ്പിച്ചു. അതേ തുടർന്ന് ഗാന്ധിജിയടക്കം എല്ലാ നേതാക്കന്മാരെയും ബ്രിട്ടീഷ് സർക്കാർ തടവിലാക്കി. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ കൂടെ 63 വർഷം ജീവിച്ച കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ് എന്നിവരായിരുന്നു ഗാന്ധിജിയുടെ മക്കൾ. ഭാര്യയുടെ ദേഹവിയോഗം ഗാന്ധിജിക്ക് വലിയ ആഘാതമായി. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ബ്രിട്ടനിൽ ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം 1946 നെഹ്റു ഇടക്കാല ദേശീയ ഗവൺമെൻറ്റിൻ്റെ അധികാരമേറ്റു. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ച സമയത്ത് മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയെ വിഭജിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചു. ഗാന്ധിജി പലതവണ ചർച്ച ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. ഭാരതത്തിൽ വർഗീയ കലാപം ഉണ്ടാകുകയും മതസൗഹാർദ്ദം നഷ്ടപ്പെടുകയും ചെയ്തു. അതിൽ ഗാന്ധിജി വല്ലാതെ ദുഃഖിച്ചു. ഈ അവസരത്തിലാണ് വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യക്ക് സ്വാതന്ത്ര്യവും ഇന്ത്യ വിഭജനവും പ്രഖ്യാപിച്ചത്. അങ്ങനെ പാകിസ്ഥാൻ രൂപം കൊണ്ടു. അത് ഗാന്ധിജിയെ നടുക്കി. തൻ്റെ 32 വർഷത്തെ പ്രയത്നം വിഫലമായി പോയെന്ന് ഗാന്ധിജി ദുഃഖിച്ചു. 1947 ഓഗസ്റ്റ് 14 രാത്രി ന്യൂഡൽഹിയിലെ പാർലമെൻറ്റ് മന്ദിരത്തിൽ അധികാര കൈമാറ്റം നടക്കുമ്പോൾ ഗാന്ധിജി മാത്രം ആ ചടങ്ങിൽ സന്നിധനായില്ല. അദ്ദേഹം അപ്പോൾ കൽക്കട്ടയിലെ കലാപബാധിത പ്രദേശങ്ങളിൽ സ്നേഹ സന്ദേശവുമായി സഞ്ചരിക്കുകയായിരുന്നു. 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള മന്ദിരത്തിലെ പ്രാർത്ഥനാ യോഗത്തിൽ വച്ച് ഗാന്ധിജിയുടെ നേരെ നാഥുറാം ഗോഡ്സെ എന്നൊരാൾ വെടിയുതിർത്തു. ഹേ റാം എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹം മരിച്ചു വീണു. ഇതുപോലെ ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ ഒരിക്കലും വിശ്വസിക്കില്ലെന്നാണ് ഐൻസ്റ്റീൻ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെക്കുറിച്ചുള്ള ഈയൊരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുള്ളായി ഇൻഫോർമേറ്റീവായി എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.